ഷിസൂസ് കിഡ്സ് വേൾഡ്, a complete kids channel. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും പിന്തുണയ്ക്കുകയും ചെയ്യുക. ഡ്രാക്കുള, രസകരമായ കഥയിലെ ഭീകരൻ. ഹായ് കൂട്ടുകാരെ, നിങ്ങൾ ഡ്രാക്കുളയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കഥകളിലും സിനിമകളിലുമൊക്കെ നമ്മൾ കാണാറുള്ള ഒരു പ്രത്യേകതരം കഥാപാത്രമാണ് ഡ്രാക്കുള. ചിലപ്പോൾ പേടിപ്പിക്കുന്ന രൂപത്തിൽ, ചിലപ്പോൾ വളരെ രസകരമായിട്ടാണ് ഡ്രാക്കുളയെ കാണിക്കാറ്. ആരാണ് ഈ ഡ്രാക്കുള? ഡ്രാക്കുള ഒരു സാധാരണ മനുഷ്യനല്ല. അയാൾക്ക് ചില പ്രത്യേക ശക്തികളും ഉണ്ട്. സൂര്യപ്രകാശം ഇഷ്ടമല്ലാത്ത, രാത്രി മാത്രം പുറത്തിറങ്ങുന്ന ഒരു കഥാപാത്രമായാണ് ഡ്രാക്കുളയെ പ്രധാനമായും കണ്ടുവരുന്നത്. ഡ്രാക്കുളയെ ഒരു രക്തരക്ഷസ് അല്ലെങ്കിൽ വാമ്പയർ എന്നാണ് പറയാറ്. മനുഷ്യരുടെ രക്തം കുടിച്ചാണ് ഇവർ ജീവിക്കുന്നത് എന്നാണ് കഥകൾ. കൂർത്ത പല്ലുകളും കറുത്ത വലിയ കുപ്പായവും ഒക്കെയാണ് ഡ്രാക്കുളയുടെ രൂപം. എവിടെ നിന്നാണ് ഡ്രാക്കുളയുടെ കഥ വന്നത്? ഡ്രാക്കുളയുടെ കഥ ആദ്യമായി എഴുതിയത് ബ്രാം സ്റ്റോക്കർ എന്നൊരു എഴുത്തുകാരനാണ്. 1897 അദ്ദേഹം എഴുതിയ ഒരു പുസ്തകത്തിലാണ് ഡ്രാക്കുള എന്ന കഥാപാത്രം ആദ്യമായി വന്നത്. റൊമാനിയ എന്ന രാജ്യത്തിലെ ട്രാൻസിൽവാനിയ എന്ന സ്ഥലത്താണ് ഡ്രാക്കുളയുടെ കൊട്ടാരം എന്നാണ് കഥകളിൽ പറയുന്നത്. ശരിക്കും ജീവിച്ചിരുന്ന ഒരു രാജകുമാരനായ വ്ലാഡ് ദി ഇംപാലർ എന്നയാളുടെ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ബ്രാം സ്റ്റോക്കർ ഈ കഥ എഴുതിയത്. പക്ഷേ വ്ലാഡ് രാജകുമാരൻ ഡ്രാക്കുളയെ പോലെ രക്തം കുടിക്കുന്ന ഒരാളായിരുന്നില്ല കേട്ടോ. ഡ്രാക്കുളയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഡ്രാക്കുളയ്ക്ക് വവ്വാലായി മാറാൻ കഴിയും എന്നാണ് കഥ. ഇരുട്ടാണ് ഡ്രാക്കുളയ്ക്ക് ഏറ്റവും ഇഷ്ടം. സൂര്യ വെളിച്ചം ഡ്രാക്കുളയെ ക്ഷീണിപ്പിക്കുമത്രേ. വെളുത്തുള്ളി, കുരിശ് അല്ലെങ്കിൽ വിശുദ്ധ ജലം എന്നിവയൊന്നും ഡ്രാക്കുളയ്ക്ക് ഇഷ്ടമല്ലെന്നാണ് കഥകൾ പറയുന്നത്. ഡ്രാക്കുളയുടെ കഥകൾ നമ്മളെ പേടിപ്പിക്കുമെങ്കിലും ഇതൊരു ഭാവനാപരമായ കഥാപാത്രം മാത്രമാണ്. സിനിമകളിലും കാർട്ടൂണുകളിലുമൊക്കെ ഡ്രാക്കുളയെ പല രൂപത്തിൽ കണ്ടിട്ടുണ്ടാകാം. ചിലപ്പോൾ പേടിപ്പിക്കുന്ന ഡ്രാക്കുള, ചിലപ്പോൾ തമാശക്കാരനായ ഡ്രാക്കുള. ഈ കഥ കേട്ട് നിങ്ങൾക്ക് പേടിയായോ? ഇത് വെറും കഥയാണെന്ന് ഓർക്കണം കേട്ടോ.